ഗോട്ട് നമ്മളിന്ന് ഒരുപാട് കേൾക്കുന്ന അസുഖങ്ങളിലൊന്നാണ് ഈ ഗോട്ട് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഇതിൻ്റെ കാരണം? ഇതിൻ്റെ കാരണം യൂറിക് ആസിഡാണ്. അതായത് നമ്മുടെ ബോഡിയിൽ യൂറിക് ആസിഡ് ഉണ്ടാവുന്നുണ്ട്. ഈ യൂറിക് ആസിഡ് ഉണ്ടായി ഇത് അബ്നോർമലായി നമ്മുടെ ചെറിയ ജോയിൻസുകളിലെല്ലാം ഡിപ്പോസിറ്റ് ചെയ്ത് അവിടെ സ്വെല്ലിംഗ് ആയിട്ട് റെഡ് കളറായിട്ട് വരുന്ന അവസ്ഥയ്ക്കാണ് ഈ ഗോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ യൂറിക് ആസിഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അത് പ്യൂരിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനുണ്ട്. അതായത് നമ്മുടെ സീ ഫുഡ്, ഓർഗൻ മീറ്റ്, റെഡ് മീറ്റ്, സാഡിൻസ് അങ്ങനെയുള്ള ഫിഷുകളിലൊക്കെ കാണുന്ന അവരുടെ ഒരു പ്രോട്ടീനാണ് ഈ പ്യൂരിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. ചില പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് ഈ പ്യൂരിൻ പ്രോട്ടീനിനോട് സെൻസിറ്റിവിറ്റി ആവും. മനസ്സിലായോ? ആ പ്രോട്ടീനോട് സെൻസിറ്റീവാണ് ബോഡി. അതായത് ഈ ഫുഡ് ബോഡി ചെല്ലുമ്പം ബോഡി അതിനെതിരെ ഒരു റിയാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്ന ആളിൽ യൂറിക് ആസിഡ് ബോഡിയിൽ കൂടും. കാരണം അത് ബോഡിക്ക് ആ പ്യൂരിൻ എന്ന് പറയുന്ന കണ്ടൻറ്റിനോട് സെൻസിറ്റീവാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അത് ബോഡിയിലെത്തിയാൽ ബോഡി അപ്പം അതിൻ്റെ പ്രോട്ടീൻ്റെ മെറ്റാബോളിസത്തിലൂടെ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്റ്റായ യൂറിക് ആസിഡിനെ അളവ് ബോഡിയിൽ കൂട്ടും. അപ്പോൾ യൂറിക് ആസിഡിൻ്റെ അളവ് ബോഡിയിൽ കൂടുക. ഇതിനെ ബോഡി നേരെ ചുവനെ ഫിൽട്ടർ ചെയ്ത് കളയുന്നില്ല. അപ്പം അങ്ങനെ കൂടുമ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെത്തുന്ന ബ്ലഡിലെല്ലാം യൂറിക് ആസിഡിൻ്റെ ഹൈപ്പർ യൂറീസീമിയ എന്നാണ് പറയുന്നത്. യൂറിക് ആസിഡിൻ്റെ അളവ് ഒരുപാട് കൂടുതലാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന ബ്ലഡിൽ എന്തൊക്കെയാണ് പറയുന്നത്? ആർത്രൈറ്റീസ് ഉണ്ടാവും. ഗോട്ട് ആർത്രൈറ്റീസ് എന്നാണ് ഇതിന് പറയുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം ഇത് ബോഡിയിൽ ചെറിയ ബോണുകളിലെല്ലാം ചെന്ന് ജോയിൻറ്റിലെല്ലാം വീർത്ത് അവിടെ സ്റ്റിഫായി കാൽസിഫൈഡ് ആയിട്ട് അനങ്ങാൻ മേലാതാവും. കൈ ഒന്നും ചെറിയ ചെറിയ ജോയിൻസുകൾ അനക്കാൻ പറ്റാതാവും. അതിന് ഗോട്ട് ആർത്രൈറ്റിസ് എന്നാണ് പറയുന്നത്. പിന്നെ റീനൽ കാൽക്കുലൈ, അതായത് ഇത് നേരെ നമ്മുടെ കിഡ്നിയിലേക്ക് ചെല്ലും. കിഡ്നി ചെന്നിട്ട് കിഡ്നി ഡിപ്പോസിറ്റായി അവിടെ കിഡ്നി കാൽസിഫൈഡ് ആയിട്ട് കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കും. പിന്നെ ഇത് സ്കിന്നിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സ്കിന്നിൽ ഇച്ചിങ് ഉണ്ടായി പ്യൂറൈറ്റീസ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായി. ബോഡിയിൽ ഭയങ്കരമായിട്ട് ഇച്ചിങ് ഉണ്ടായി സ്വെല്ലിങ് എഡിമാറ്റസ് ആയിട്ട് മാറുന്ന അവസ്ഥയും ഇതിനുണ്ട്. ഇതൊക്കെയാണ് ഈ ഗോട്ടിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് പ്യൂരിൻ സെൻസിറ്റിവിറ്റിയാണ്. പ്യൂരിനോട് ബോഡി സെൻസിറ്റീവാണ്. അപ്പോൾ പ്യൂരിൻ പ്രോട്ടീൻ ബോഡിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ പ്യൂരിൻ മെറ്റാബോളിസം നടക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്റ്റാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പം ഈ പ്യൂരിനോട് ബോഡി വളരെ സെൻസിറ്റീവ് ആണെങ്കിൽ യൂറിക് ആസിഡിൻ്റെ അളവ് ബോഡിയിൽ ഒരുപാട് കൂട്ടും. മനസ്സിലായോ? പിന്നെ അതുകൂടാതെ വേറെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ലുക്കീമിയ, പോളിസൈത്തീമിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ യൂറിക് ആസിഡിൻ്റെ അളവ് ബോഡിയിൽ കൂടാനായിട്ട് കാരണമാവും. പിന്നെ അതുകൂടെ അക്യൂട്ട് റീനൽ ഫെയിലിയർ അങ്ങനെയുള്ള സമയത്ത് കിഡ്നി ആവശ്യത്തിന് ഈ വരുന്ന യൂറിക് ആസിഡിനെ ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് കളയുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം കിഡ്നിയുടെ ഡാമേജ് കൊണ്ടും ഈ ഗോട്ട് എന്ന് പറയുന്ന അസുഖം ഉണ്ടാവും. പിന്നെ മെഡിക്കേഷൻ, ലൂപ്പ് ഡയൂറിറ്റിക്സ്, സൈക്ലോസ്പോറിൻ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് കിഡ്നിയിൽ നിന്ന് യൂറിനൊക്കെ ഫിൽട്ടർ ചെയ്ത് കളയും. പക്ഷേ ഈ പോകേണ്ട സാധനം യൂറിക് ആസിഡ് ഒന്നും പോകത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അത്. പിന്നെ ഫാമിലി ഹിസ്റ്ററി, ഒബേസിറ്റി, ബോഡിയിൽ ഒരുപാട് വണ്ണമുള്ള ആളാണെങ്കിൽ ഒരുപാട് കണ്ടൻറ്റ് കെട്ടിക്കിടക്കും. പ്യൂരിൻ്റെ അളവ് ഒരുപാട് കൂടുതലായിരിക്കും, കാരണം ബോഡിയിൽ വെയിറ്റ് കൂടുതലായതുകൊണ്ട്. പിന്നെ ഫാമിലി ഹിസ്റ്ററി. പിന്നെ ഇതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനാണ്
അക്യൂട്ട് ഗോട്ട് ആർത്രൈറ്റിസ് എന്നാണ് ഇതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. അതായത് ജോയിൻറ്റ് പെയിനാണ്. ആർത്രൈറ്റിസ് പോലെ തന്നെയാണ് ഇതും വരുന്നത്. പക്ഷേ ആർത്രൈറ്റിസിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ അവിടെ ഇത് മിസ്സായി പോവുകയാണെങ്കിൽ, കാർട്ടിലേജ് മിസ്സായി പോവുകയാണെങ്കിൽ ഇവിടെ കാൽസിഫൈഡ് ആയി പോവുകയാണ്. മനസ്സിലായി? സാധനങ്ങളെല്ലാം വന്ന് അവിടെ ഡിപ്പോസിറ്റഡായി കാൽസിഫൈഡ് ആയി പോവുക. പിന്നെ നല്ല സഡൻ സിവിയർ പെയിൻ ആയിരിക്കും. പിന്നെ മെയിനായിട്ട് സംഭവിക്കുന്നത് ഫസ്റ്റ് മെറ്റാടാർസോഫാരഞ്ചൽ ജോയിൻറ്റ്, അതായത് ഈ കൈയുടെയൊക്കെ ഇവിടെ വരുന്ന ഏറ്റവും ചെറിയ ജോയിൻറ്റ്സ് ആണത്. പൊഡ്ഗാറ എന്നാണ് അങ്ങനെ ഉണ്ടാകുന്നതിന് വിളിക്കുന്നത്. പൊഡ്ഗ്ര എന്നാണ് പറയുന്നത്. പൊഡ്ഗ്ര സഡൻ ഓൺസെറ്റാണ്, സിവിയർ പെയിനാണ്, റെഡ്നെസ്, സ്വെല്ലിങ്, അതായത് ഇൻഫെക്ഷൻ്റേതായ ലക്ഷണങ്ങളെല്ലാം ഈ ടോർസോഫാരഞ്ചൽ ജോയിൻറ്റിൽ കാണിക്കും. പിന്നെ ഇതിൻ്റെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡിൻ്റെ അളവ് ബോഡിയിൽ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണ്. എക്സ്റേ, കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ്, ഇത് മൂന്നും ചെയ്താണ് ഇതിൻ്റെ കൺഫേം ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻ്റർവെൻഷൻ നമ്മൾ ഡയറ്റ് മൂലമാണല്ലോ ഇതുണ്ടാകുന്നത്. അപ്പം പ്യൂരിനോട് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടാണ് ബോഡി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഡയറ്റിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അത് പ്യൂരിൻ റെസ്ട്രിക്റ്റഡ് ഡയറ്റാണ് പേഷ്യൻസിന് കൊടുക്കുന്നത്. അപ്പോൾ പ്യൂരിൻ റിച്ച് ഫുഡ് എന്ന് പറഞ്ഞാൽ റെഡ് മീറ്റ്, ഓർഗൻ മീറ്റ്, സീ ഫുഡ്, ആൻകോവൈസ്, അതായത് കൊഴുവ, സാഡിൻസ്, മത്തി, ഹെറൈൻ, വട്ടമത്തി, സെൽഫിഷ്, ട്യൂണ, ഇതുപോലുള്ള ബിയർ, ആൽക്കഹോള്, സ്പിനാക്ക്, അസ്പരാഗസ്, കോളിഫ്ലവർ, മഷ്റൂംസ്, ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് പ്യൂരിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കഴിക്കുമ്പം സ്വാഭാവികമായിട്ട് ഇതിൻ്റെ മെറ്റാബോളിസം, ഇത് കഴിക്കുമ്പം ബോഡിയിൽ സെൻസിറ്റിവിറ്റി കൂടും. അങ്ങനെ ഈ യൂറിക് ആസിഡിൻ്റെ അളവ് ബോഡിയിൽ പെട്ടെന്ന് ഉയരും. അങ്ങനെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ പേഷ്യൻ്റ് പെട്ടെന്ന് ഇത് ഫിൽറ്റർ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. 3 to 4 ലിറ്റർ വാട്ടർ കുടിച്ച് കിഡ്നിയിലൂടെ ഇതിനെ മാക്സിമം പുറത്ത് കളയാനായിട്ട് ശ്രമിക്കണം. പിന്നെ വെയിറ്റ് റിഡക്ഷന് ശ്രദ്ധിക്കണം, കാരണം ബോഡി വെയിറ്റ് കുറയ്ക്കണം. ഇൻസ്ട്രക്ട് അവോയ്ഡ് ആൽക്കഹോൾ ഇതുള്ളതുകൊണ്ട് കഴിക്കാതിരിക്കാനായിട്ട് പറയണം. പിന്നെ യൂറിൻ്റെ pH നമ്മൾ കൂട്ടണം, അതായത് യൂറിനെ ആൽക്കലി ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈറ്റിംഗ് ആൽക്കലൈൻ ആഷ് ഡയറ്റ്, അതായത് ആൽക്കലൈൻ ആയിട്ടുള്ള ഡയറ്റ് കൂടുതൽ കിട്ടണം. കാരണം പുളിയില്ലാത്ത ഫുഡുകൾ നമ്മൾ കൂടുതൽ കഴിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഓറഞ്ച്, അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ പുളിയുണ്ട്. അങ്ങനെ പുളിയില്ലാത്ത പാല്, മിൽക്കിൽ കുറവാണ്. കാരണം മോരാണ് പുളി ഉണ്ടാവും. അങ്ങനെയുള്ള ആൽക്കലൈൻ ആഷ് ഡയറ്റ് നമ്മൾ കൂട്ടണം. പിന്നെ യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാനൊക്കെ സൂറിക് എന്ന് പറയുന്ന മെഡിസിൻ കാറ്റഗറി പെടുന്ന മെഡിസിനാണ്, ആൻറ്റിഗോട്ട് മെഡിസിൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാണ് ആലോപ്യുരിനോൾ എന്ന് പറയും. ആലോപ്യുരിനോളാണ് നമ്മളിതിന് മെയിനായിട്ട് കൊടുക്കുന്നത്. കാരണം ബ്ലഡിൽ നിന്നും യൂറിനിലൂടെ പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ടാണ്, യൂറിക് ആസിഡിനെ കൂടുതലായിട്ട് പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ടാണ് ആലോപ്യുരിനോൾ എന്ന് പറയുന്ന മെഡിസിൻ നമ്മൾ കൊടുക്കുന്നത്. ഈ മെഡിസിൻ എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിരിക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം, എന്നാലേ ഇത് കഴിക്കണം. പിന്നെ ഇതിന് GI പ്രോബ്ലം ഉണ്ടാകുന്നതുകൊണ്ട് ഫുഡിൻ്റെ കൂട്ടത്തിൽ ഈ മെഡിസിൻ കഴിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഈ മെഡിസിൻ കഴിക്കുമ്പോൾ നമ്മൾ ആലോപ്യുരിനോൾ കഴിക്കുമ്പോൾ ഷുഡ് നോട്ട് ടേക്ക് ആസ്പിരിൻ വിത്ത് ആൻറ്റിഗോട്ട് മെഡിക്കേഷൻ. ആൻറ്റിഗോട്ട് മെഡിക്കേഷൻ്റെ കൂട്ടത്തിൽ ആസ്പിരിൻ എടുക്കരുത്. ഈ ആസ്പിരിൻ എടുക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അസിറ്റാമിനോഫിനെ എടുക്കാവുള്ളൂ. കാരണം ആസ്പിരിൻ എടുത്തു കഴിഞ്ഞാൽ ഗോട്ട് സിറ്റുവേഷൻ ഇൻക്രീസ് ചെയ്യും. ആസ്പിരിനും ആൻറ്റിഗോട്ട് മെഡിസിനും കൂടി എടുത്തു കഴിഞ്ഞാൽ.
പിന്നെ സെറം യൂറിക് ആസിഡ് ലെവൽ ചെക്ക് ചെയ്യണം. ബോൺ മാരോ ഡിപ്രഷൻ ഉണ്ടാക്കുന്ന മെഡിസിനാണ്. അതുകൊണ്ട് ബ്ലഡ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ്, CBC ഇതിൻ്റെയൊക്കെ കൗണ്ട് എങ്ങനെയുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് വയ്ക്കണം. ആൻറ്റിഗോട്ട് മെഡിക്കേഷൻ്റെ ഓവർഡോസ് മൂലം നോർമൽ ഫങ്ഷനൊക്കെ സപ്രസ് ആകാം. ബ്ലഡ് സെല്ലിൻ്റെ പ്രൊഡക്ഷനൊക്കെ സപ്രസ്ഡ് ആകാം. കാരണം ഈ അലോപുരിനോൾ കൂടുതലായിട്ട് ഓവർഡോസ് അറിയാതെ എങ്ങനെ കൂടിപ്പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ CBC ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ മെറ്റാലിക് ടേസ്റ്റ് ഉണ്ടാവും ഈ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ മെട്രോജൽ എടുക്കുമ്പോഴും ഈ മെറ്റാബോളിക് ടേസ്റ്റ് ഉണ്ടാകുന്ന ഒരു മെഡിസിനാണ്. പിന്നെ ഈ വൈറ്റമിൻ C ആലോപുരിനോൾ എടുക്കുന്ന പേഷ്യൻ്റ് ഉപയോഗിക്കാൻ പാടില്ല. കാരണം വൈറ്റമിൻ C എടുക്കുകയാണെങ്കിൽ അതുമായിട്ട് ബോഡി പ്രവർത്തിച്ച് കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വൈറ്റമിൻ സിയും കൂടി പ്രവർത്തിച്ച്. പിന്നെ ഫോട്ടോ സെൻസിറ്റിവിറ്റി ഉള്ള മെഡിസിനാണ്. അതുകൊണ്ട് നമ്മൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഈ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോയി ചൂട് കൊള്ളരുത്. പിന്നെ ആനുവൽ ഐ എക്സാമിനേഷൻ നമ്മൾ നടത്തണം. കാരണം വിഷ്വൽ ചേഞ്ചസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. കാരണം യൂറിക് ആസിഡ് കണ്ടൻറ്റ് കൂടുതലുള്ള ബ്ലഡാണ് കണ്ണിലും ചെല്ലുന്നത്. അവിടെ അത് ഡിപ്പോസിറ്റഡായി കൽസിഫൈഡായി കാഴ്ച നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഈ പ്രൊലോങ്ഡായിട്ട് ഈ അലോപുരിനോൾ എടുക്കുന്നുണ്ടെങ്കിൽ. പിന്നെ കൺകറൻറ്റ് യൂസ് ഓഫ് ആൻറ്റിഗോട്ട് മെഡിക്കേഷൻ ആൻഡ് ആസ്പിരിൻ ഗോട്ട് അറ്റാക്ക് എലിവേറ്റഡ് ആക്കുമെന്ന് അറിയാലോ. ഇനി അങ്ങനെ എന്തെങ്കിലും ആസ്പിരിൻ എടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അസറ്റാമിനോഫിനെ എടുക്കാവുള്ളൂ. ഇതൊക്കെയാണ് ഗോട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.